ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഫസ്റ്റത്തെ Q&A വീഡിയോ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഫുള്ളും സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ ആൻസേഴ്സ് ആണ് പറയേണ്ടതെന്ന് പറഞ്ഞിട്ട്. സോ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഒരു പേഴ്സണൽ ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഫോണിൽ സ്റ്റോറേജ് ലോ ആണ്. ആൻഡ് അതുകൊണ്ട് നമ്മൾ പിന്നീട് ഗിവ് അവേൻ്റെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു Q&A. അപ്പോൾ അതിലും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്തായാലും സ്റ്റോറേജ് ആയാലും കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് നോ അബൌട്ട് മീ. ഞാനിങ്ങനെ സംസാരിക്കുന്ന എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. സോ എങ്ങനെ ആവും എന്താവും എന്നും എനിക്കറിയില്ല. ആൻഡ് നമുക്ക് ലെറ്റ്സ് നോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നെയിം ഏജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെയിം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ നെയിം എന്ന് പറയുന്നത് അഫ്ഷ റോഷി എന്നാണ്. അഫ്ഷ റോഷി, ലൈക്ക് റോഷി ഉപ്പാൻ്റെ നെയിമാണെന്ന് ചോദിക്കുന്നതല്ല, എൻ്റെ നെയിം തന്നെയാണ് റോഷി എന്ന് പറയുന്നത്. ആൻഡ് ഏജ് 21 ഇയേഴ്സ് ആണ്. 22 ഈ ഒരു ഇയറിൽ എനിക്കാവും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഞാൻ പഠിക്കുന്നത് എന്താണെന്നുണ്ട്. ആൻഡ് എൻ്റെ സ്റ്റഡീസ് എന്ന് പറയുന്നതാണെങ്കിൽ ഞാനൊരു വീഡിയോ ഇപ്പം റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് നേഴ്സാണോ എന്നുള്ളത്. ഞാൻ നേഴ്സല്ല കേട്ടോ, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, അതായത് ഡോക്ടർ ആവാൻ പഠിക്കുകയാണ്. കാലിക്കറ്റാണ് പഠിക്കുന്നത്, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ആൻഡ് വേറെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതേപോലെ തന്നെ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 ബ്രദേഴ്സ് ആണ്. ഞാനാണ് എൽഡർ വൺ, ബാക്കി 2 യങ്ങേഴ്സ് ആണ്. ആൻഡ് ഉപ്പ ഉമ്മ, നമ്മൾ 3 മക്കൾ. അങ്ങനെയാണ് നമ്മുടെ ഫാമിലി വരുന്നത്. ഓക്കെ. ആൻഡ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു വീഡിയോയിൽ 300 ക്വസ്റ്റ്യൻസും വേറൊരു വീഡിയോയിൽ ഒരു 280 ക്വസ്റ്റ്യൻസും ആണുള്ളത്. സോ അത് മൊത്തം എനിക്കൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഒരു പാർട്ട് 1 ആയിട്ട് ചെയ്യും, നെക്സ്റ്റ് പാർട്ടായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് ഗിവ് അവേൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ഈ ഒരു വീക്കിൽ അനൗൺസ് ചെയ്യും. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയില്ല, വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ അനൗൺസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. ഓക്കെ. അപ്പം മാക്സിമം വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങളായിരിക്കും എന്തായാലും ഉള്ള വിന്നേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഗൈസ്, എനിക്ക് സൗണ്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ട്, അപ്പം അത് നിങ്ങൾ ക്ഷമിക്കുക. അതേപോലെ എൻ്റെ ഫസ്റ്റ് ഞാനിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ലോങ് വീഡിയോ ആയിട്ട് ഫസ്റ്റ് ടൈം ആണ്. സോ എന്താവും ഏതാവൊന്നും അറിയില്ല. സോ അതെന്തെങ്കിലുമൊക്കെ റീസൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ആക്കുക. ഓക്കെ. ഞാൻ ക്രാഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റ കാണുന്നവർക്ക് അറിയാം, അല്ലാതെ ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്രാഫ്റ്റ് വർക്ക്സിൻ്റെ കുറിച്ചിട്ടൊക്കെ. സോ അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൂടുതലും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് വരെ പേഴ്സണലി വരലുണ്ട്, പക്ഷേ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും വരാറുള്ളത്. ഓക്കെ. അപ്പോൾ അതിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എത്ര വയസ്സിലാണ് ബിസിനസ് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഏകദേശം ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് ആയി. ഓക്കെ. അപ്പം ഞാൻ ഏകദേശം ഒരു 19-20 ആ ഒരു ഏജിലാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത്. 18 ആയപ്പം, അതായത് നമ്മുടെ ഒരു കൊറോണ ടൈം ആയപ്പോൾ തന്നെ ഞാൻ ഈ ബോട്ടിലുണ്ടല്ലോ, ഇത് ബോട്ടിൽ ആർട്ട്, പിന്നെ അതേപോലെ ഞാനിങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് കുറച്ച് ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ബിസിനസ്സായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ ചെറുതായിട്ട് ഓരോരോ വർക്ക്സ് വന്നിട്ട് അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. സോ നമ്മളിപ്പോൾ 4 ഇയേഴ്സ് ആയിട്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ആകെ ഒരു ഓർഡറായിട്ട് സംതിങ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഒരു 2-3 ഓർഡർ, ഒരു തേർഡ് ഫോർത്ത് ആ ഒരു ഇയറിലാണ് എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ലൈഫ് ജേർണി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എത്ര വയസ്സിലാന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ഏജിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമുക്കിപ്പം സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാരോട് നമുക്ക് ഇങ്ങനെ ഒരു ഏജൊന്നുമില്ല. നമുക്ക് നമ്മുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യാം. എനിക്ക് പണ്ട് മുതൽ ഇങ്ങനെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അല്ലാതെ എനിക്കിങ്ങനെ ഒരു പ്രൊഫഷണൽ ലൈക്ക് നമുക്കിങ്ങനെ ബിസിനസ് ആയിട്ട് എനിക്കിങ്ങനെ ഒരു ഇൻകം കിട്ടുന്നത് പോലെ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട്സ് കീപ്പ് യു മോട്ടിവേറ്റഡ് വെൻ വ്യൂവേഴ്സ് ആർ ലോ. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് റീച്ച് കിട്ടണം അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എൻ്റെ ഒരു ഇഷ്ടം പോലെ ഞാൻ ഇടുന്നതാണ്. എനിക്ക് ചില സോങ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇങ്ങനെ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ചില സോങ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ അത് കണ്ടിട്ട് ഞാൻ എന്താക്കും, ഇത് അടിപൊളിയാണല്ലോ, അപ്പോൾ എൻ്റെ വീഡിയോക്ക് ഞാൻ ഇടും. അപ്പോൾ അത് വ്യൂസ് ചിലപ്പോൾ നല്ല റീച്ച് കിട്ടും, ചിലപ്പോൾ ലോ ആകും. സോ അതൊന്നും എന്നെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് വീഡിയോസ് ആയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യും. നമുക്ക് വർക്ക്സ് ആണല്ലോ വലുത്, നമുക്കങ്ങനെ വീഡിയോസിന് റീച്ച് വേണം അങ്ങനെ ഓൾമോസ്റ്റ് ഒബ്വിയസ്ലി നമുക്ക് വീഡിയോസിന് റീച്ച് വേണം. റീച്ച് ഉണ്ടെങ്കിലാണ് ഒരുപാട് ആൾക്കാർ കാണുക. സോ പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത ടൈം. ഞാൻ പറഞ്ഞല്ലോ 4 ഇയേഴ്സ് ആയി എന്ന് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് ഓൾമോസ്റ്റ് ഇപ്പോൾ നിങ്ങൾ എൻ്റെ പേജിൽ പോയാൽ കാണാം 338K സംതിങ് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് മാത്രം. സോ അതിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ
എനിക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻസ്റ്റഗ്രാം ആൻഡ് നമ്മളിടുന്ന വീഡിയോസ് പോലെ ഉണ്ടാകും അതിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ എനിക്കത് ലോ ആയെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത വന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാത്ത എന്തെങ്കിലും ഫണ്ണി ഓർ എനി എക്സ്പീരിയൻസ്. എൻ്റെ ക്രാഫ്റ്റ് ജേർണിയിൽ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സോ അത് ഭയങ്കര വലിയ സ്റ്റോറിയാണ്. അപ്പോൾ അത് പാർട്ടായിട്ടൊക്കെ ഇടാൻ പറ്റുള്ളൂ. സോ അത് വേണമെന്നുള്ളവർ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തു. ലൈക്ക് അടിപൊളി ഒരു സ്റ്റോറിയാണ്. ഞാൻ ഇവിടുന്ന് ഒരു സംഭവം ഗിഫ്റ്റ് അയച്ചിട്ട് എബ്രോഡ് എത്തിയപ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അത് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ഒരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അത് ഞാൻ പേഴ്സണലി ലൈക്ക് ആ ഒരു ഇൻസിഡൻ്റ് ആണ്. അത് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ കഴിയില്ല. അപ്പോൾ അത് വേണമെന്നുള്ളവർ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ബിസിനസ്സിൽ ആരാണ് സപ്പോർട്ട് ചെയ്തത്, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ. എനിക്ക് അങ്ങനെ റോൾ മോഡലായിട്ട് ഒരാൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. എനിക്ക് വേറൊരാളാണ് എൻ്റെ റോൾ മോഡൽ, അവരെ കണ്ട് ഞാൻ ചെയ്യണം അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സത്യം പറയുന്നത് എൻ്റെ ഉമ്മയാണ്. എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടാവില്ല. ലൈക്ക് എനിക്കൊരു ഡൗൺഫാൾ ഇപ്പോൾ ബിസിനസ് ആകുമ്പോൾ നമുക്ക് കയറുക ഇറങ്ങുക അങ്ങനെയൊക്കെ ഉണ്ടാകും. ഓക്കെ, അത് എല്ലാ ടൈമിലും ഒരേ ലെവലിൽ പോവുക അങ്ങനെയൊന്നുമില്ല. സോ എപ്പോൾ ഒരു ഡൗൺഫാൾ ഉണ്ടെങ്കിലും എപ്പോൾ കൂടുതലാണെങ്കിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഉമ്മ മാത്രമാണ്. ഓക്കെ, സത്യം പറയാലോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടായിട്ടോ അങ്ങനെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ എൻ്റെ സപ്പോർട്ടിനും എൻ്റെ ബാക്ക് ബോണായിട്ടും എൻ്റെ ഉമ്മ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഉമ്മ പറയും കുഴപ്പമില്ല, നമുക്ക് സോൾവ് ആക്കാം, നീ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് നോക്കിയാൽ തന്നെ ഉമ്മാക്ക് മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, എന്തെങ്കിലും വർക്കിൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ചില ഉമ്മമാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ലല്ലോ. പക്ഷെ ഉമ്മാക്കത് കറക്റ്റ് മനസ്സിലാക്കും. ഓക്കെ, അപ്പം എനിക്ക് വേറൊരാളായിട്ട് എൻ്റെ റോൾ മോഡലോ എനിക്ക് അങ്ങനെ ആരും തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ ഉമ്മയാണ് ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. എന്തുണ്ടെങ്കിലും എന്തൊരു സപ്പോർട്ടിനാണെങ്കിലും ഉമ്മയാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ബിസിനസ് എങ്ങനെ പോകുന്നു? ബിസിനസ് മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു നോമ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ വരിക ഓർഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയി പർച്ചേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് ഈ ഒരു നോമ്പിൻ്റെ ടൈമിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൂടെ ആകുമ്പം എനിക്ക് അങ്ങനെ പോയി പർച്ചേസ് ചെയ്ത് വരാനൊക്കെ ഫുൾ ടയേർഡ് ആവുന്നുണ്ട്. സോ ഞാൻ ഈ ഒരു നോമ്പിൻ്റെ ടൈമായിട്ട് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ബിസിനസ് ചെയ്യുന്നവർക്ക് നൽകാനുള്ള അഡ്വൈസ് എന്താണെന്നാണ്. ബിസിനസ് ഹാമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇവരിപ്പം ഈ മെസ്സേജ് അയച്ചാൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ബിസിനസ് ഹാമ്പേഴ്സ് ചെയ്യാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പാഷനായിട്ട് നമുക്ക് സ്റ്റാർട്ടാക്കാം. ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ആൾ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താക്കാം, അവർക്ക് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്, അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു രീതി ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനായിട്ട് ചെയ്യാം. ഞാൻ ആദ്യം മുതലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഗിഫ്റ്റ് വർക്ക് ചെയ്യാൻ, ഈ എൻഗേജ്മെൻറ്റ് വർക്ക്സ് ചെയ്യാൻ, ബൊക്കെ ഉണ്ടാക്കാൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ ചെറുതായപ്പോൾ തന്നെ എൻ്റെ ഉമ്മാൻ്റെ സിസ്റ്ററിന് ലൈക്ക് ബേബി ഉണ്ടാവുന്ന ടൈമിൽ നമുക്കൊരു ചടങ്ങ് ഉണ്ടാവുമല്ലോ, ബേബീനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ബൊക്കെ ഉണ്ടാക്കിയത് എനിക്കൊന്നും അറിയില്ല. ബൊക്കേൻ്റെ ABCD അറിയണം. ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ലൈക്ക് ഒരു പേപ്പറൊക്കെ വെച്ച് അങ്ങനെയൊക്കെ സെറ്റ് ആക്കിയത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നൊരു അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പാഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക, അതിൻ്റെ ഡ്രീം അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താക്കും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്ക്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കിട്ടും. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇവരെ കണ്ട് അങ്ങനെയല്ല ചെയ്യാൻ നിൽക്കേണ്ടത്. ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ടോ, അതാണ് പിന്നെ അത് സ്റ്റോപ്പാക്കി ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റഡ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റഡ് കാര്യങ്ങളൊന്നുമല്ല. അതേപോലെ മാരേജ് കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 22 ഏജ് ആയിട്ടുള്ളൂ. സോ മാരേജ് ഇപ്പം എന്തായാലും ഇല്ല. ആൻഡ് ഇതൊക്കെയാണ് ഈ ഒരു Q&Aയിൽ പറയാനുള്ളത്. ആൻഡ് ഗിവ് അവേൻ്റെ വിന്നർ ഗൈസ് ഈ ഒരു വീക്കിൽ നമ്മൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതിനൊരു അടിപൊളി ഗിവ് അവേ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ലൈക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.